ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ IRR ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ അൺഈവൺ ക്യാഷ് ഇൻഫ്ലോസ് വരുമ്പോൾ IRR എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ. അപ്പോൾ നോക്കുക നിങ്ങൾ, ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ₹1,36,000 ഈൽഡ് ദ ഫോളോയിങ് ക്യാഷ് ഇൻഫ്ലോസ്. ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ്. അത് തന്നെയാണ് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ARR ഒഴികെ ബാക്കി എല്ലാ മെത്തേഡുകളിലും നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ്. ദെൻ ഡിറ്റർമിൻ IRR, നമ്മളോട് IRR കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് 5 വർഷത്തെ ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. 30,000, 40,000, 60,000, 30,000, 20,000. ദെൻ ടോട്ടൽ 1,80,000 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് IRR കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ട്രയൽ റേറ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രയൽ കാണുന്നത് നമ്മൾ PV ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. നമുക്ക് കാണാം PV ഫാക്ടർ, അതായത് PV ഫാക്ടറിനെയാണ് നമ്മൾ PVF എന്ന് ഷോർട്ടായിട്ട് പറയും. PV ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഓർ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആവറേജ് ഇൻഫ്ലോ എന്നൊക്കെ പറഞ്ഞാൽ സെയിം തന്നെയാണ്. അപ്പോൾ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നോക്കാം. ആവറേജ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 1,80,000 ആണ്, ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് എത്ര വരും? ഈക്വൽ ടു 5 15 3 30 6 പ്രാവശ്യം. അപ്പോൾ IR 30 36,000 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 36,000 ആണ്. അപ്പോൾ 36,000 ആണ് ആവറേജ് ക്യാഷ് ഇൻഫ്ലോ. ദെൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1,36,000 ആണ്. 1,36,000 ആണ് നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1,36,000 ഡിവൈഡഡ് ബൈ 36,000 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 3.78 എന്ന് നമുക്ക് എന്ത് കിട്ടും? പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കിട്ടും. ദെൻ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നമ്മൾ ആനുവിറ്റി ടേബിളിൽ നിന്ന്, അതായത് നമ്മുടെ ടേബിൾ 2 ആണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് റുപ്പി റിസീവ്ഡ് ആനുവലി ഫോർ N ഇയേഴ്സ് വരുന്നത്. ടേബിൾ 2വിൽ നിന്ന് അത് നമുക്ക് 5 വർഷമാണ്. ലൈഫ് ഓഫ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ആണ്. അപ്പോൾ 5ാമത്തെ വർഷം എടുക്കുക. ദെൻ 5ാമത്തെ വർഷത്തിൽ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 3.78 ആണ് വരുന്നത്. അപ്പോൾ 3.78 അതിന് വരുന്ന ആ പെർസെൻറ്റേജ് എത്രയെന്നുള്ളത് നോക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ട്രയൽ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക നിങ്ങൾ, 5th ഇയറിലെ 5%-ലെ 4.330 ആണ്. 6% വരുമ്പോൾ 4.21212 ആണ്. 8%-ലെ നമുക്ക് 3.993 ആണ് വരുന്നത്. ദെൻ 10%-ലെ നമുക്ക് 3.791. 12% ആകുമ്പോൾ നമുക്ക് 3.6 ആണ് വരുന്നത്. നമുക്കിവിടെ 3.78 ആണ്. ദെൻ അതിനോട് ഏകദേശം ഇതായിട്ട് കിടക്കുന്നത് 3.791 ആണ്. നമുക്ക് ഫസ്റ്റ് ട്രയൽ റേറ്റ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 10% ആണ് അല്ലേ. നമ്മുടെ 5th ഇയർ നോക്കി, 5th ഇയറിൽ നമ്മുടെ PV ഫാക്ടർ ആ വാല്യൂ കിടക്കുന്നത് 3.791 എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ 5th ഇയറിലെ 10% ഡിസ്കൗണ്ട് റേറ്റ് വരുമ്പോഴാണ് നമുക്ക് 3.791 വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രയൽ റേറ്റ്. നമുക്ക് ഫസ്റ്റ് ട്രയൽ റേറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? 10% കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രയൽ റേറ്റ് നമ്മൾ എടുത്തു ഈസ് ഈക്വൽ ടു 10%. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 10% ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ട് എന്ത് കമ്പ്യൂട്ട് ചെയ്യുക? NPV നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. ഇത് വെച്ച് നമ്മൾ NPV 10% PV ഫാക്ടർ വെച്ച് നമ്മൾ NPV കമ്പ്യൂട്ട് ചെയ്യും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. NPV കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാൽക്കുലേഷൻ ഓഫ് NPV. കോളം കൊടുക്കുക, ഇയർ, cash inflow,
ദെൻ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അറ്റ് 10% ആണ് നമ്മുടെ ഫസ്റ്റ് ട്രയൽ റേറ്റ്. ദെൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. നമുക്ക് 5 വർഷമാണ്. 1 2 3 4 5 5 വർഷമാണ്. ഇതാ നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. 30,000, 40,000, 60,000 അല്ലേ, 30,000, 40,000, 60,000, then again 30,000, then last 20,000. 20,000. ഇനി നമുക്ക് പ്രസൻറ്റ് വാല്യൂ അറ്റ് 10% അല്ലേ, നമ്മുടെ ഫസ്റ്റ് ടേബിൾ ഫസ്റ്റിൽ നമ്മൾ നോക്കി 10% പ്രസൻറ്റ് വാല്യൂ വരുമ്പോൾ നമ്മുടെ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ 0.909 ആണ്. സെക്കൻഡ് ഇയറിൽ നമുക്ക് വരുന്നത് 0.826 ആണ്. ദെൻ 0.751 ആണ്. ദെൻ ഫോർത്ത് ഇയറിൽ നമുക്ക് 10% എന്ന് പറയുമ്പോൾ 0.683 ആണ്. ദെൻ ഫിഫ്ത്ത് ഇയറിൽ 621 ആണ് വരുന്നത്. 621 നിങ്ങൾക്ക് എടുക്കാൻ അറിയുണ്ടാവും. നമുക്ക് ഫസ്റ്റ് ടേബിൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1. ദെൻ ഫസ്റ്റ് ഇയർ 10%-ന് താഴെ വരുന്ന വാല്യൂ 0.909. ദെൻ സെക്കൻഡ് ഇയർ ആവുമ്പോൾ 10%-ന് താഴെ 0.826 അങ്ങനെ എടുക്കുക. ദെൻ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് കാണണം. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് അപ്പോൾ 30,000 ഇൻറ്റു 0.909 വരുന്നത് 27,270. ദെൻ നെക്സ്റ്റ് 40,000 ഇൻറ്റു 0.826 നമുക്ക് വരുന്നത് 33,040. ദെൻ 60,000 ഇൻറ്റു 0.751 45,060 ആണ് നമുക്ക് വരുന്നത്. ദെൻ 30,000 ഇൻറ്റു 0.683 20,490. Then 20,000 into 0.621 12,420. 12,420 ആണ് വരുന്നത്. ദെൻ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കാണുക. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ. പ്രസൻറ്റ് വാല്യൂ കോളം നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1,38,280 എന്ന് നമുക്ക് കിട്ടും. ദെൻ ഇതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യുക, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ചെയ്യുക. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1,36,000 ആണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ദെൻ നമുക്ക് 2,280 നമുക്ക് എന്ത് കിട്ടി, NPV കിട്ടി. NPV ഈസ് ഈക്വൽ ടു 2,280 നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നോക്കുക, നമ്മൾ NPV നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് പോസിറ്റീവാണ് അല്ലേ, പോസിറ്റീവ് NPV ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് ട്രയൽ റേറ്റ് എടുക്കണം. സെക്കൻഡ് ട്രയൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു NPV പോസിറ്റീവ് ആണെങ്കിൽ ഹയസ്റ്റ് വാല്യൂ നമ്മൾ അല്ലേ, ഹയർ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് NPV കിട്ടുമ്പോൾ 10% ആണ് നമ്മുടെ റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹയർ റേറ്റ് ഇപ്പോൾ നമുക്ക് 10% എന്നുള്ളത് നമുക്കൊരു 12% എടുക്കാം. രണ്ടൊക്കെ ഇപ്പോൾ ഇവിടെ 2,280 ഒക്കെയാണ് ഡിഫറൻസ് വരുന്നത്. അപ്പം ഇനി കിട്ടുന്നത് ഒരെണ്ണം നമുക്ക് എങ്ങനെ വേണം, നെഗറ്റീവ് NPV വേണം നമുക്ക് കിട്ടാം. ഒരു പോസിറ്റീവ് NPVയും ഒരു നെഗറ്റീവ് NPVയും കിട്ടണം. അപ്പോഴേ നമുക്ക് ഇൻ്റർപോളേഷൻ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ പോസിറ്റീവ് NPV ആണെങ്കിൽ ഹയർ റേറ്റ് ആണ് എടുക്കേണ്ടത്. ആ എടുക്കുന്ന ഹയർ റേറ്റ് ഏതെടുക്കുക, ഇപ്പോൾ 10 കഴിഞ്ഞ് 11 ആണോ 12 ആണോ 13 ആണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഇതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ 2,280 ആണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഹയർ റേറ്റ് എന്ന് പറയുന്നത് ഒരു 12% അല്ലെങ്കിൽ 30% നമുക്ക് റേറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ട്രയൽ ചെയ്ത് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് NPV സെക്കൻഡ് ട്രയലാണ്. സെക്കൻഡ് ട്രയൽ റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 12% ആണ്.
12%. അപ്പോൾ 12% പി വി ഫാക്ടർ അറ്റ് 12% നമ്മൾ ഇനി ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഇയർ എഴുതുക, ക്യാഷ് ഇൻഫ്ലോസ് എഴുതുക, ദെൻ പി വി ഫാക്ടർ അറ്റ് 12% തന്നിട്ടുണ്ടെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ നമ്മൾ ടേബിൾ നോക്കേണ്ടി വരും. ഇതിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല, ടേബിൾ തന്നെ നോക്കണം. ദെൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കാണുക. അപ്പോൾ ഇനി നമ്മളിവിടെ 12% പി വി ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കുക അല്ലേ. പ്രസൻറ്റ് വാല്യൂ ടേബിളിൽ നമ്മൾ 12% എടുത്തു, താഴേക്ക് നമുക്ക് ഇയർ തന്നിട്ടുണ്ട്. ആദ്യത്തെ 5 വർഷത്തെ വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 12% വരുമ്പോൾ നമുക്ക് വരുന്നത് 0.893 ഫസ്റ്റ് ഇയറിൽ, 0.797 സെക്കൻഡ് ഇയറിൽ, 0.712 തേർഡ് ഇയറിൽ, 0.636 ഫോർത്ത് ഇയറിൽ, ദെൻ 0.567 ഫിഫ്ത്ത് ഇയറിൽ. നമുക്ക് പ്രസൻറ്റ് വാല്യൂ ടേബിൾ ഫാക്ടർ കിട്ടി. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഏത് കാണുക, ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു പി വി ഫാക്ടർ. നമുക്ക് എന്ത് കിട്ടും, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. അപ്പോൾ നമ്മളത് കാണാം. അപ്പോൾ ആദ്യം 30,000 ഇൻറ്റു 0.893 26,790. Then 40,000 into 0.797 31,880 വരും. Then തേർഡ് ഇയറിലെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 42,720 വരും. Then 30,000 into 0.636 is equal to 19,080 വരും. Then 20,000 into 0.567 നമുക്ക് 11,340 നമുക്ക് കിട്ടും. ദെൻ നമ്മൾ എന്ത് കാണുന്നു, ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,31,810 ആണ് കിട്ടുക. 1,31,810 കിട്ടും. ദെൻ അതിൽ നിന്ന് ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കറിയാം 1,36,000 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻ പി വി ഈസ് ഈക്വൽ ടു, എൻ പി വി എന്ന് പറയുന്നത് 1,31,810 നിന്ന് 1,36,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 4,910 നെഗറ്റീവ് എൻ പി വി ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രയലിൽ പോസിറ്റീവ് എൻ പി വിയും കിട്ടി, സെക്കൻഡ് ട്രയലിൽ നമുക്ക് നെഗറ്റീവ് എൻ പി വിയും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എക്സാക്റ്റ് റേറ്റ് കണ്ടുപിടിക്കാം. എക്സാക്റ്റ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇൻ്റർപോളേഷൻ ഫോർമുല അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഫോർമുല പറയുന്നുണ്ടായിരുന്നത് ലോവർ റേറ്റ് അല്ലേ, IRR ഈസ് ഈക്വൽ ടു ലോവർ റേറ്റ് പ്ലസ് പോസിറ്റീവ് എൻ പി വി ഡിവൈഡഡ് ബൈ പോസിറ്റീവ് എൻ പി വി പ്ലസ് നെഗറ്റീവ് എൻ പി വി ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ റേറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. ഫസ്റ്റ് റേറ്റ് ട്രയൽ റേറ്റ് 10ഉം സെക്കൻഡ് 12 ആയിരുന്നു. അപ്പോൾ ലോവർ റേറ്റ് എന്ന് പറയുമ്പോൾ 10 പ്ലസ് പോസിറ്റീവ് എൻ പി വി അല്ലേ. ഫസ്റ്റ് ട്രയലിൽ നമുക്ക് പോസിറ്റീവ് എൻ പി വി ആണ് കിട്ടിയത്. എത്രയാണ് വരുന്നത്, 2,280. 2,280 ഡിവൈഡഡ് ബൈ പോസിറ്റീവ് എൻ പി വി 2,280 പ്ലസ് നമ്മുടെ നെഗറ്റീവ് എൻ പി വി എന്ന് പറയുന്നത് 4,190 ആണ്. 4,190 ഇൻറ്റു ഹയർ റേറ്റ് എന്ന് പറയുന്നത് 12 ആണ്, മൈനസ് ലോവർ റേറ്റ് 10. ദെൻ അത് റിഡ്യൂസ് ചെയ്യാം. റിഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഈസ് ഈക്വൽ ടു 10 പ്ലസ്
2280 ഡിവൈഡഡ് ബൈ 9 8 17 2 2 4 6 6470 ഇൻറ്റു 2 then is equal to 10 plus 0.70. ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ അതായത് 2280 ഡിവൈഡഡ് ബൈ 6470 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 0.70 ആണ് വരിക. ഇസ് ഈക്വൽ ടു 10.70%. അപ്പോൾ നമ്മുടെ IRR ഈസ് ഈക്വൽ ടു 10.70 ആണ്. അപ്പോൾ ഈ 10.70യിൽ ഏത് ഈക്വൽ ആയിരിക്കും? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ? നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1,36,000 നമുക്ക് വരുന്നത്. അപ്പോൾ ഈ 10.70യിലെ നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയേ വരുള്ളൂ? 1,36,000 ആണ് വരിക. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആകുന്ന ആ റേറ്റ് 10.70 ആണ്. അപ്പോൾ ഈ ഒരു റേറ്റിനെ നമ്മൾ IRR എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഏത് കമ്പ്യൂട്ട് ചെയ്യുന്നത്? IRR കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ ആദ്യം ഫസ്റ്റ് ട്രയൽ കാണുക PV ഫാക്ടർ വെച്ചിട്ട്. ദെൻ സെക്കൻഡ് ട്രയൽ ഫസ്റ്റ് ട്രയൽ റേറ്റിൻ്റെ NPVനെ ബേസ് ചെയ്തിട്ട് എടുക്കുക. NPV പോസിറ്റീവ് ആണെങ്കിൽ ഹയസ്റ്റ് റേറ്റ് എടുക്കുക, നെഗറ്റീവ് ആണെങ്കിൽ ലോവസ്റ്റ് റേറ്റ് എടുക്കുക. പിന്നെ റേറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഏകദേശം നോക്കണം. ഒരെണ്ണം പോസിറ്റീവാണ് നമുക്ക് കിട്ടിയത് എങ്കിൽ മറ്റേത് നമുക്ക് എന്ത് കിട്ടണം? നെഗറ്റീവ് NPV കിട്ടണം. എന്നാലേ നമുക്ക് ശരിയാവുള്ളൂ. നമുക്ക് ഫസ്റ്റ് ട്രയലിൽ പോസിറ്റീവാണ്, ഹയർ റേറ്റ് എടുത്തു. സെക്കൻഡ് ട്രയലും നമുക്ക് പോസിറ്റീവാണ്, അപ്പോൾ വീണ്ടും നമ്മളൊരു ഹയർ റേറ്റ് എടുത്തിട്ട് തേർഡ് ട്രയൽ ചെയ്യണം. എന്നിട്ട് നമുക്കൊരു നെഗറ്റീവ് NPV കിട്ടുന്നത് വരെ നമ്മൾ ആ ട്രയൽ ചെയ്യണം. പിന്നെ ഫസ്റ്റ് പോസിറ്റീവ് NPVയും നെഗറ്റീവ് NPVയും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? എക്സാക്റ്റ് IRR കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് സെക്കൻഡ് ട്രയൽ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഹയർ റേറ്റ് എടുക്കുന്നത് എങ്ങനെയാവണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് IRRൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് IRRൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് നോക്കാം. എന്നിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എന്തൊക്കെയായിരിക്കും IRRൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഫസ്റ്റേ നമുക്ക് പറയാം അല്ലേ, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. NPVനെ പോലെ തന്നെ IRRലും ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നു. പിന്നെ ഇവിടെ പ്രോജക്റ്റിൻ്റെ എൻ്റയർ ലൈഫിലുള്ള എല്ലാ ക്യാഷ് ഇൻഫ്ലോസും എവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്? IRRലും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്യാഷ് ഇൻഫ്ലോസും നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പോൾ നമുക്ക് 5 വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ തന്നു, 5 വർഷം നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ എൻ്റയർ ലൈഫും പ്രോജക്റ്റിൻ്റെ ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ ഈ ഒരു മെത്തേഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഥവാ കട്ട് ഓഫ് റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കട്ട് ഓഫ് റേറ്റിൻ്റെ പ്രശ്നം ഇവിടെ വരുന്നില്ല. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കട്ട് ഓഫ് റേറ്റ് ഇല്ലെങ്കിൽ കൂടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ സംബന്ധിച്ച് ഒരു ട്രൂ പിക്ചർ ഇത് നൽകുന്നുണ്ട് ഇല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നേലേ കട്ട് ഓഫ് റേറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടില്ല. പക്ഷേ നമുക്കതിൻ്റെ ആ കട്ട് ഓഫ് റേറ്റ് ഇല്ലെങ്കിൽ കൂടെ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 2 അതിൽ കൂടുതലോ പ്രൊപ്പോസൽസ് വരുന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊപ്പോസൽ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഏതാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന്, ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നു. പിന്നെ ഓൾ ദ ക്യാഷ് ഫ്ലോസ് ഇൻ ദ പ്രൊജക്റ്റ് ആർ കൺസിഡേർഡ്. Then cost of capital need not be calculated. Then IRR give a true picture of the profitability even in the absence of cost of capital. Then ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് ഇൻ പ്രാക്ടീസ് അല്ലേ? ഇപ്പോൾ NPV പോലെയോ അല്ലെങ്കിൽ പേ ബാക്ക് പീരീഡ് പോലെ അത്ര ഈസി ഒന്നല്ല. നമുക്കത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും അല്ലെ അത് യൂസ് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, ഇതിൽ ഒരുപാട്
ടെഡീഷ്യസ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. ടെഡീഷ്യസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയില്ല ഭയങ്കര മുഷിപ്പിക്കുന്ന അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ വരുന്നുണ്ട്. നിങ്ങൾ തന്നെ നോക്കിയേ, നമ്മൾ ഫസ്റ്റ് ട്രയൽ എടുക്കുന്നു, ഗസ് ചെയ്യണം, ഫസ്റ്റ് ട്രയൽ, സെക്കൻഡ് ട്രയൽ, തേർഡ് ട്രയൽ, ചിലപ്പോൾ ഒരു 5-6 ട്രയൽ ചെയ്ത് നമുക്ക് NPV = 0 വരണം. അപ്പോൾ അത്രയും നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസും ടെഡീഷ്യസ് കാൽക്കുലേഷൻസും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് അണ്ടർ certain condition it become very difficult to take any decisions. ഇപ്പം ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ചും കണ്ടീഷൻസ് ഓഫ് ഇറഗുലർ ക്യാഷ് ഇൻഫ്ലോസ്. അപ്പോൾ നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് ഇറഗുലർ ആണെങ്കിൽ IRR may give 2 or more answers. നമുക്ക് റെഗുലർ ആയിരിക്കണം. ഇറഗുലർ ക്യാഷ് ഇൻഫ്ലോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 2 or 3 അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ആൻസേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ഡിസിഷൻ മേക്കേഴ്സിനെ കൺഫ്യൂസ് ചെയ്യും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഏത് ബുദ്ധിമുട്ടാണ്, IRR ഡിസിഷൻ മേക്കിങ്ങിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ മറ്റൊരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് അപ്ലിക്കബിൾ ഫോർ ലാർജ് പ്രോജക്ട്സ് ഓൺലി. നമ്മൾ ലാർജ് പ്രോജക്ട്സുകളിലാണ് സാധാരണ ഏത് അപ്ലൈ ചെയ്യുന്നത്, IRR അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് IRRൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കൊരു കമ്പാരിസൺ ബിറ്റ്വീൻ NPV ആൻഡ് IRR നോക്കാം. NPVയും IRRും തമ്മിലൊരു കമ്പാരിസൺസ്, അതായത് ഇത് രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സിമിലാരിറ്റീസ് നോക്കാം, NPVയും IRRും തമ്മിലുള്ളത്. സിമിലാരിറ്റീസിൽ പറയുന്നത് ഫസ്റ്റ് സിമിലാരിറ്റി നമുക്ക് എന്ത് പറയാം, ബോത്ത് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി അല്ലേ. NPVയിലും IRRലും ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ acceptance or rejection decision will be സെയിം ഇൻ ബോത്ത് ദ മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലും NPVയിലും IRRലും ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ഡിസിഷൻ സെയിം തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ IRRലും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ മിനിമം റേറ്റ് ഓഫ് റിട്ടേണും കാൽക്കുലേറ്റഡ് IRRും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺസിനേക്കാൾ കൂടുതലാണ് IRR എങ്കിൽ, കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള IRR എങ്കിൽ നമ്മൾ ആ പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യും. അതല്ല നമ്മുടെ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺസിനേക്കാളും, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ കട്ട് ഓഫ് റേറ്റ് അതിനേക്കാളും കുറവാണ് IRR വരുന്നതെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ഡിസിഷൻ സെയിം തന്നെയാണ് ഈ രണ്ട് മെത്തേഡിലും വരുന്നത്. NPVയും നമ്മൾ അങ്ങനെ തന്നെയാണ്, പോസിറ്റീവ് NPV ആക്സെപ്റ്റ് ചെയ്യുന്നു, നെഗറ്റീവ് NPV നമ്മൾ മൈനസ് ചെയ്യുന്നത്. പോസിറ്റീവ് NPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻഫ്ലോ അല്ലേ ഗ്രേറ്റർ ദാൻ ഇനീഷ്യൽ കോസ്റ്റ് ആണ്, അതിനെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്നത് അല്ലേ. ഇൻഫ്ലോ കൂടുതലും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുമ്പോഴല്ലേ പോസിറ്റീവ് വരുന്നത്. അതുപോലെ തന്നെ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ കോസ്റ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് NPV എന്ന് പറയുന്നത്, അതാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. നെഗറ്റീവ് NPV എന്ന് പറയുമ്പോൾ നമ്മുടെ കോസ്റ്റാണ് കൂടുതൽ വരിക, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ കുറവാണ് വരുന്നത്. അപ്പോൾ കോസ്റ്റിനേക്കാൾ കുറവാണ് ബെനിഫിറ്റ് എങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. ആ സെയിം ഇത് പാറ്റേൺ തന്നെയാണ് എവിടെയും വരുന്നത്, IRRലും വരുന്നത്. നമ്മുടെ മിനിമം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, അതിനേക്കാളും കൂടുതൽ IRR വരുമ്പോഴാണ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനേക്കാളും കുറവാണ് നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ് എങ്കിൽ, IRR എങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടിലെയും ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ഡിസിഷൻ ഈക്വൽ, അത് സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ പറയുന്നത് ക്യാഷ് ഫ്ലോസ് ഫോർ ദ എൻറ്റയർ പീരീഡ് ആർ കൺസിഡേർഡ് ബൈ ബോത്ത്. രണ്ട് മെത്തേഡിലും നമ്മൾ എൻറ്റയർ ക്യാഷ് ഇൻഫ്ലോസും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും സെയിം തന്നെയാണ്. പിന്നെ ബോത്ത് മെത്തേഡ് ആർ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. ഈ രണ്ട് മെത്തേഡിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ടാക്സ് ആണ് അല്ലേ. ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് ആണ് നമ്മൾ ഈ രണ്ട് മെത്തേഡിലും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ സിമിലാരിറ്റീസിലെ പറയുന്നത്. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ഡിസിഷൻ രണ്ടിനും സെയിം ആണ്. പിന്നെ എൻറ്റയർ ലൈഫിലും ക്യാഷ് ഇൻഫ്ലോസ് കൺസിഡർ ചെയ്യുന്നുണ്ട് പ്രൊജക്റ്റിൻ്റെ. രണ്ട് മെത്തേഡിലും ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് ഇൻഫ്ലോസ് ബിഫോർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ്. ദെൻ അതിൻ്റെ ഡിഫറൻസസ് എന്ന് പറഞ്ഞത്
NPVയിൽ നമുക്ക് കട്ട് ഓഫ് റേറ്റ് തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. NPV മെത്തേഡിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും കട്ട് ഓഫ് റേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ IRRൽ നമുക്ക് ഏത് തരില്ല, കട്ട് ഓഫ് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കില്ല. ഇനി നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കട്ട് ഓഫ് റേറ്റ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. സാധാരണ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് കട്ട് ഓഫ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നത്. അപ്പം അങ്ങനെ കട്ട് ഓഫ് റേറ്റ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആവറേജ് നെറ്റ് ഏർണിങ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ആവറേജ് നെറ്റ് ഏർണിങ്സിനെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ കട്ട് ഓഫ് റേറ്റ് കിട്ടും നമുക്ക് കമ്പാരിസൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കട്ട് ഓഫ് റേറ്റ് IRRൽ കട്ട് ഓഫ് റേറ്റ് ഉണ്ടാവില്ല, NPVയിൽ കട്ട് ഓഫ് റേറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPVയിൽ റിട്ടേൺ നമ്മൾ മെഷർ ചെയ്യുന്നത് ആബ്സല്യൂട്ട് ടേമിലാണ് അല്ലേ. നമ്മൾ ഫിഗർ ആയിട്ടാണ് പറയുന്നത്. NPV ഇത്ര റുപ്പീസാണ് നമ്മൾ പറയുന്നത് അല്ലേ. NPV എപ്പോഴും റുപ്പീസിലാണ്, ആബ്സല്യൂട്ട് ടേമിലാണ് അത് റിട്ടേൺ മെഷർ ചെയ്യുന്നത്. പക്ഷേ IRRൽ നമ്മൾ റിട്ടേൺ മെഷർ ചെയ്യുന്നത് പേഴ്സൻറ്റേജ് ടേംസിലാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. NPV ആകുമ്പോൾ റിട്ടേൺ ഈസ് മെഷേർഡ് ഇൻ ആബ്സല്യൂട്ട് ടേം, IRR ആണെങ്കിൽ റിട്ടേൺ ഈസ് മെഷേർഡ് ഇൻ പേഴ്സൻറ്റേജ് ടേം. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPV ലെസ് ടൈം കൺസ്യൂമിങ് ആണ്, നമുക്കധികം ടൈം ഒന്നും എടുക്കില്ല. പക്ഷേ IRR എന്ന് പറയുന്നത് മോർ ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. നമ്മൾ കുറേ ട്രയൽ ചെയ്യണം. നമ്മുടെ ആ ഒരു ഫസ്റ്റ് ട്രയൽ നമുക്ക് PV ഫാക്ടർ വെച്ച് ചെയ്യാം, സെക്കൻഡ് ട്രയൽ നമ്മുടെ ലോജിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇത് ശരിയായില്ലെങ്കിൽ ഒരുപാട് ട്രൈ ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരും. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്. മറ്റൊരു ഡിഫറൻസസ് എന്ന് പറയുന്നത് NPVയിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്സിനെ ഫോളോ ചെയ്തിട്ടാണ് അത് പോകുന്നത്. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം അത് തന്നെയാണ് ഏതും ഫോളോ ചെയ്യുന്നത്, NPV ഫോളോ ചെയ്യുന്നത്. പക്ഷേ IRR ഡസ് നോട്ട് ഫോളോ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ. അപ്പോൾ IRR അങ്ങനെ വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഫോക്കസ് ചെയ്യണില്ല. പിന്നെ മറ്റൊരു ഡിഫറൻസസ് എന്ന് പറയുന്നത് NPV മെത്തേഡിലാണെങ്കിൽ ദ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഇൻവെസ്റ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് ഫേം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മളിവിടെ ഫേമിൻ്റെ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, അവരുടെ ഒരു എക്സ്പെക്റ്റഡ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ റേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലോസ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ ഇവിടെ IRRലാണെങ്കിൽ നമ്മൾ IRR റേറ്റിലാണ് ആ പ്രൊജക്റ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അവിടെ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഇൻവെസ്റ്റഡ് അറ്റ് ദ IRR ഓഫ് ദ പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. NPV ആണെങ്കിൽ അവിടെ ഫേമിൻ്റെ കട്ട് ഓഫ് റേറ്റ് ആണ്. ഫേം ഒരു കട്ട് ഓഫ് റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും, ആ കട്ട് ഓഫ് റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ IRRൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫേമിൻ്റെ കട്ട് ഓഫ് റേറ്റ് അല്ല അവിടെ കൺസിഡർ ചെയ്യുന്നത്, അവിടെ പ്രൊജക്റ്റിൻ്റെ IRR ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്, ആ റേറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതാണ് ലാസ്റ്റ് ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ NPVയിലാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, ക്യാഷ് ഇൻഫ്ലോസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഥവാ കട്ട് ഓഫ് റേറ്റിലായിരിക്കും. ഇവിടെ IRRലാണെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഇൻവെസ്റ്റഡ് അറ്റ് ദ IRR ഓഫ് ദ പ്രൊജക്റ്റ്. അപ്പോൾ പ്രോജക്റ്റിൻ്റെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്ത് ആ റേറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ കട്ട് ഓഫ് റേറ്റ് ഓർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ അല്ല. അപ്പം ഇത്രയാണ് നമുക്ക് ഡിഫറൻസസ് വരുന്നത്. ദെൻ ഇതിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് NPV ആൻഡ് IRR വിച്ച് ഈസ് ബെറ്റർ. NPV ആൻഡ് IRRൽ ഏതാണ് ബെറ്റർ മെത്തേഡ് എന്നുള്ളതാണ് ലാസ്റ്റ് വൺ പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ മേക്കിങ്ങിൽ ഈ രണ്ട് മെത്തേഡും NPV മെത്തേഡാണെങ്കിലും IRR മെത്തേഡാണെങ്കിലും സയൻറ്റിഫിക് മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷനൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സയൻറ്റിഫിക് മെത്തേഡുകളാണ് NPVയും IRRും. ഇനി ഈ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ദ NPV മെത്തേഡ് ഈസ് കമ്പാരറ്റീവ്ലി ബെറ്റർ ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് റീസൺസ്. നമുക്ക് ഈ രണ്ട് മെത്തേഡ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് NPV മെത്തേഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ NPV മെത്തേഡാണ് ബെറ്റർ എന്ന് പറയുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് NPV പ്രൊവൈഡ്സ് ആൻ ആബ്സല്യൂട്ട് എമൗണ്ട് ഓഫ് നെറ്റ് അഡീഷൻ ടു ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് അല്ലേ. NPVയിൽ എന്താണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത്, നമുക്ക് ഇവിടെ
ആബ്സല്യൂട്ട് ടേമിലാണ് ഇവിടെ ക്യാഷ് ഇൻഫ്ലോസ് ഒക്കെ തരുന്നത് നമുക്ക്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനോട് കൂടെ എത്രത്തോളം അതിൻ്റെ അഡീഷൻ റിട്ടേൺ അഡീഷൻ എത്രയാണ് വരുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് ഏതിൽ കണക്കാക്കാൻ പറ്റും, NPV-യിൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിൽ എത്രത്തോളം എമൗണ്ട് ഏതിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പ്രൊജക്റ്റ് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അപ്പോൾ അത് അറിയാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ NPV മെത്തേഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഫോർ ഈച്ച് പ്രോജക്റ്റ് ഈസ് സെയിം. റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് എല്ലാ പ്രോജക്റ്റിനും സെയിം റേറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ IRR-ൽ റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്രോജക്റ്റിന് ഡിഫറെൻറ്റ് റേറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കമ്പയർ ചെയ്യുന്നതിൽ എവിടെ വ്യത്യാസം ഉണ്ടായിരിക്കും, IRR-ൽ ഇത്രയും കൂടെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, NPV മെത്തേഡാണ് കുറേയും കൂടെ ബെറ്റർ ആയിട്ടുള്ളതെന്ന്. കാരണം എല്ലാ പ്രോജക്റ്റിൻ്റെയും റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് സെയിം ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് നമുക്ക് കമ്പയർ ചെയ്യാൻ ഈസിയാണ്. പക്ഷേ IRR-ൽ ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ് നമ്മൾ ഡിഫറെൻറ്റ് പ്രോജക്റ്റിന് കൊടുക്കുന്നത്. അപ്പോൾ കമ്പാരിസൺ അത്ര ഈസി ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ ബെറ്റർ NPV ആണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് NPV ഓൾവേസ് റാങ്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് കറക്റ്റ്ലി. അപ്പോൾ നമ്മൾ ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ 2 അതിലധികമോ പ്രോജക്റ്റുകളിൽ നിന്ന് നമ്മളൊരു സിംഗിൾ പ്രോജക്റ്റൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിലെ റാങ്കിങ് ഒക്കെ കുറേയും കൂടെ കൃത്യമായിട്ട് ചെയ്യുന്നത് ഏതിലാണ്, NPV മെത്തേഡിലാണ്. പക്ഷേ IRR മെത്തേഡിൽ ഇപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റൊക്കെ എടുക്കുകയാണെങ്കിൽ IRR-ലെ റാങ്കിങ് അത്ര കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇത്രയും കൂടെ ബെറ്റർ ആയിട്ട് ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് പ്രൊജക്റ്റ് റാങ്ക് ചെയ്യാൻ സാധിക്കുന്നത് NPV മെത്തേഡിലാണ്. പിന്നെ വരുന്നത് ഇൻ NPV മെത്തേഡ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. NPV മെത്തേഡിലെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അത് ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ ഇത്രയും കൂടിയും ഈസിയാണ് IRR-നെ അപേക്ഷിച്ച്. IRR-ൽ നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ഒക്കെ കഴിഞ്ഞാണ് നമുക്ക് ആ എക്സാക്ട് റേറ്റ് കിട്ടുന്നത്. അപ്പോൾ NPV മെത്തേഡിലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെയാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ IRR-ൽ എങ്ങനെയാണ്, നമ്മൾ IRR-ലെ ഡിസ്കൗണ്ട് റേറ്റ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് മൂലം നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടാണ് അത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിൽ, അപ്പോൾ ഈ ഒരു ബേസിൽ നോക്കുമ്പോൾ നമുക്ക് എന്തു പറയാം, IRR-നേക്കാളും കുറച്ചുകൂടെ ബെറ്ററാണ് NPV മെത്തേഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ രണ്ട് മെത്തേഡിലും നമുക്ക് yield on ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കുറേയും കൂടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനോട് കോമ്പാക്റ്റബിൾ ആകുന്നത് NPV മെത്തേഡിലാണെന്ന് മാത്രം. പക്ഷേ മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്, അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് കുറേയും കൂടെ യോജിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് NPV മെത്തേഡാണ്. അത് കമ്പ്യൂട്ട് ചെയ്യുന്നതും അത് ഇൻക്രീസ് ചെയ്യുന്നതിനും കുറച്ചുകൂടെ ഇതായി നിൽക്കുന്നത് NPV മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ NPV മെത്തേഡാണ് IRR മെത്തേഡിനേക്കാളും ബെറ്റർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്, IRR എന്നുള്ള ആ ഒരു പോർഷനിൽ നമുക്ക് വരുന്നത്. അപ്പോൾ IRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, NPV = 0 ആകുന്നത് ഏത് റേറ്റ് ആണോ ആ റേറ്റാണ് നമ്മുടെ IRR എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും ദെൻ ആ പ്രോജക്റ്റിൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ ആ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് അത് ഇനീഷ്യൽ കോസ്റ്റും തുല്യമാകുന്നത് ഏത് റേറ്റിൽ വരുമ്പോഴാണ് അല്ലേ. നമ്മളിപ്പോൾ ഈ ക്യാഷ് ഇൻഫ്ലോസിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് പ്രസൻറ്റ് വാല്യൂ കാണുന്നത്. അപ്പോൾ അത് ഡിസ്കൗണ്ട് ചെയ്ത് ആ ഒരു സം ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഈക്വൽ ആകുന്നത് ഏത് റേറ്റിൽ എടുക്കുമ്പോഴാണോ ആ റേറ്റിനെയാണ് നമ്മൾ IRR റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് IRR എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 2 പ്രോജക്റ്റുകൾ തന്നിട്ട് അതിൻ്റെ IRR എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ IRR-ലെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം.
ക്വസ്റ്റ്യൻ നമുക്ക് 2 പ്രോജക്റ്റാണ് വരുന്നത്. പ്രോജക്റ്റ് എ ആൻഡ് ബി. നമുക്ക് 2 പ്രോജക്റ്റാണ് വരുന്നത്. പ്രോജക്റ്റ് എ, പ്രോജക്റ്റ് എ, പ്രോജക്റ്റ് ബി, 2 പ്രോജക്റ്റാണ് നമുക്ക് വരുന്നത്. ദെൻ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് കോസ്റ്റ് തന്നിട്ടുണ്ട്. പ്രോജക്റ്റ് എ 11,000, പ്രോജക്റ്റ് ബി 10,000 ആണ്. ദെൻ നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് 4 വർഷത്തെയാണ് തന്നിരിക്കുന്നത്. ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് 4 വർഷത്തെ ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോസ് ഇയേഴ്സിലാണ് കേട്ടോ. 4 വർഷത്തെ തന്നിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് ഇയറിൽ 6,000, 2,000, then 1,000, 5,000. Then project B 1,000, 1,000, 2,000, 10,000 ആണ് തന്നിട്ടുള്ളത്. നമ്മളോട് IRR മെത്തേഡ് അപ്ലൈ ചെയ്ത് ഏത് പ്രോജക്റ്റാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് എന്നത് സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. കോസ്റ്റും ക്യാഷ് ഇൻഫ്ലോസും തന്നിട്ടുണ്ട്. IRR മെത്തേഡ് അപ്ലൈ ചെയ്യണം. ഏത് പ്രോജക്റ്റാണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതെന്ന് സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് പ്രോജക്റ്റ് എയുടെ IRR കമ്പ്യൂട്ട് ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് IRR of project A. പ്രോജക്റ്റ് എ ആദ്യം നമുക്ക് ഫസ്റ്റ് ട്രയൽ റേറ്റ് കാണാം. PV ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 11,000 ആണ് വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് 11,000 ഡിവൈഡഡ് ബൈ 4. അയ്യോ 11,000 ആണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഫസ്റ്റ് ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,000, 2,000, 1,000 ആൻഡ് 5,000 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരിക? 6 2 8 9 9 5 14. 14,000 ഡിവൈഡഡ് ബൈ 4 ആണ് നമുക്ക് വരിക. 14,000 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു 3,500 ആണ്. നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാന്നൊക്കെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ്. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. PV ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 11,000 ആണ് പ്രൊജക്റ്റ് എയുടെ. ആവറേജ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് തന്നിട്ടുണ്ട് 4 വർഷത്തെയും എത്രയാണെന്നുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 14,000 കിട്ടും. ഡിവൈഡഡ് ബൈ 4 3,500 ആണ് കിട്ടുക. അങ്ങനെയാണ് നമുക്ക് PV ഫാക്ടർ ഇത് വന്നിട്ടുള്ളത്. ഈസ് ഈക്വൽ ടു 11,000 ഡിവൈഡഡ് ബൈ 3,500 ഈസ് ഈക്വൽ ടു നമുക്ക് വരുന്നത് 3.143 ആണ് വരിക. 3.143 ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ നമ്മൾ ഫസ്റ്റ് ട്രയൽ റേറ്റ് എത്രയാണെന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യണം. ടേബിൾ 2 ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ആനുവിറ്റി ടേബിൾ വേണം ചെയ്യാനായിട്ട്. നമുക്ക് 4 വർഷമാണ് അല്ലേ, 4 വർഷമാണ് അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ 4ാമത്തെ വർഷം വേണം എടുക്കാനായിട്ട്. 3.143 അതിനോട് അതിനെ ഈ
ഇത്രയും അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കുക, ഫസ്റ്റ് 5%-ലെ 3.546 ആണ്, 3.465, 3.312, 3.170 അല്ലേ. പിന്നെ വരുന്നത് 3.037 ആണ്. അപ്പോൾ നമുക്കിവിടെ 3.143 ആണ്. അപ്പോൾ നമുക്ക് 3.170 ഉണ്ട്, 3.03 വരുന്നത്. അപ്പോൾ നമുക്ക് ഏതെടുക്കാം? 3.170 നമുക്ക് കൺസിഡർ ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് ഏതാണോ അതാണ് നമ്മുടെ ഫസ്റ്റ് ട്രയൽ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രയൽ റേറ്റ് ഈസ് ഈക്വൽ ടു 10%. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രയൽ റേറ്റ് 10% എടുത്തു. ദെൻ ഈ 10% വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? NPV കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇയർ ക്യാഷ് ഇൻഫ്ലോ, then PV factor at 10%, then present value of inflow 4 year, then inflow 6,000, 2,000, 1,000, 5,000. ദെൻ 10% PV ഫാക്ടർ എന്ന് പറയുമ്പോൾ 0.909 ടേബിളൊക്കെ നോക്കാൻ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. 0.826, 0.751, 0.683 ഇതാണ് 4 റേറ്റ് വരുന്നത്. ദെൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ നിങ്ങൾക്കറിയാം, ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു PV ഫാക്ടർ ആണ്. 5,454. ദെൻ സെക്കൻഡ് വൺ 1,652 വരും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 751 വരും. ദെൻ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3,415 വരും. ദെൻ നമ്മൾ പ്രസൻറ്റ് വാല്യൂ അല്ലേ, ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ കാണുക. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു ഇത് 4ഉം കൂടെ ആഡ് ചെയ്യുക. 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 11,272 എന്നാണ് നമുക്ക് കിട്ടുക. ദെൻ അതിൽ നിന്ന് ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ്. NPV ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ് 11,000 ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 272 NPV കിട്ടി. NPV നമുക്ക് പോസിറ്റീവ് NPV ആണ് കിട്ടിയിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ട്രയൽ എടുക്കുക. സെക്കൻഡ് ട്രയൽ റേറ്റ് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് NPV ആണെങ്കിൽ ഹയസ്റ്റ് അല്ലേ, ഹയർ റേറ്റ് വേണം എടുക്കാനായിട്ട്. 272 ആണ്. ഹയർ റേറ്റ് നമ്മളൊരു 2 എണ്ണം വിട്ടിട്ട് അല്ലേ, 10 കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇത് നമ്മൾ എത്ര എടുത്തു? 12% റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. എപ്പോഴും തൊട്ടടുത്ത റേറ്റ് എടുക്കണ്ട, ഒന്ന് അപ്പുറത്തെ റേറ്റ്, ഒരു റേറ്റ് കളഞ്ഞിട്ട് അപ്പുറത്ത് എടുത്താൽ മതി. ചിലപ്പോൾ ഒക്കെ വ്യത്യാസം വരാം. അപ്പോൾ എപ്പോഴും 10 ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് 11 എടുക്കണ്ട, ഒരു റേറ്റും കൂടെ നട്ട്. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ട്രയൽ റേറ്റ് 12% റേറ്റ് നമ്മൾ എടുക്കുന്നു. 12% വരുമ്പോൾ PV ഫാക്ടർ നമുക്ക് വരുന്നത് 0.893. ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ എഴുതണം. 0.797, 0.712, 0.636 ആണ് നമുക്ക് വരിക. ദെൻ ടോട്ടൽ ചെയ്യുമ്പോൾ 5,398. ഈ 2 കോളം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1,594. ദെൻ 712. ദെൻ 3,180 നമുക്ക് കിട്ടും. ദെൻ നമ്മൾ പ്രസൻറ്റ് വാല്യൂ, ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ കണ്ടുപിടിക്കുക. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 10,844 ആണ്. ദെൻ അതിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് 11,000 മൈനസ് ചെയ്തു. 11,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -156 കിട്ടും. ദെൻ നമ്മൾ ഇൻ്റർപോളേഷൻ ഫോർമുല അപ്ലൈ ചെയ്യുക. എക്സാക്റ്റ് IRR കിട്ടാനായിട്ട് ഇൻ്റർപോളേഷൻ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നു. IRR ഈസ് ഈക്വൽ ടു ലോവർ റേറ്റ് പ്ലസ് പോസിറ്റീവ് NPV ഡിവൈഡഡ് ബൈ പോസിറ്റീവ് NPV പ്ലസ് നെഗറ്റീവ് NPV ഇൻറ്റു
ഹയസ്റ്റ് റേറ്റ് മൈനസ് ലോവസ്റ്റ് റേറ്റ്. നമ്മുടെ ലോവസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10 ആണ്. പോസിറ്റീവ് NPV എന്ന് പറയുന്നത് 272 ആണ്. ഡിവൈഡഡ് ബൈ 272 പ്ലസ് നെഗറ്റീവ് NPV 156 ഇൻറ്റു 12 മൈനസ് 10 ഈസിക്വൽ ടു 10 പ്ലസ് 272 ഡിവൈഡഡ് ബൈ 8 5 7 5 13 438 ഇൻറ്റു 2 ഈസിക്വൽ ടു 10 പ്ലസ് ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 0.27 എന്നാണ് കിട്ടുക. 272 ഡിവൈഡഡ് ബൈ 438 ഇൻറ്റു 2 1.27 ആണ് നമുക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ IRR ഈസ് ഈക്വൽ ടു 11.27%. എക്സാക്റ്റ് IRR കിട്ടും. ഇതേപോലെ തന്നെ നിങ്ങൾ ഏത് ചെയ്യണം? പ്രൊജക്റ്റ് ബിയുടെ IRR കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രൊജക്റ്റ് ബിയുടെ IRR എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ PV ഫാക്ടർ കാണുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, അതായത് 10,000 ഡിവൈഡഡ് ബൈ 3,500, അതായത് 2.875 കിട്ടി. നമ്മൾ ഫസ്റ്റ് ട്രയൽ റേറ്റ് എടുത്തു. 4th ഇയറിൽ 2.875 ഈക്വലൻ്റ് ആയിട്ട് വരുന്ന, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് 15% ആണ് കിട്ടുന്നത്. അപ്പോൾ ആ 15% ട്രയൽ റേറ്റിൽ നമ്മൾ ഫസ്റ്റ് ആ റേറ്റ് എടുത്തിട്ട് നമ്മൾ NPV കമ്പ്യൂട്ട് ചെയ്യുന്നു. 4 വർഷത്തെ 15% PV ഫാക്ടറിൽ നമ്മൾ NPV കമ്പ്യൂട്ട് ചെയ്തു. NPV കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് -1338 ആണ്. അപ്പോൾ അത് നെഗറ്റീവ് NPV ആണ് കിട്ടിയത്. അപ്പോൾ നെഗറ്റീവ് NPV ആകുമ്പോൾ നമ്മൾ സെക്കൻഡ് ട്രയൽ എടുക്കുന്നത് എങ്ങനെയാവണം? അതിൻ്റെ ലോവസ്റ്റ് റേറ്റ് വേണം നമ്മൾ എടുക്കാൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോവർ റേറ്റ് ആണ് എടുക്കേണ്ടത് എന്ന്. അപ്പം നമുക്ക് 15%-നേക്കാളും ഒരു ലോവർ റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 12% റേറ്റ് എടുത്തു. അപ്പോൾ ആദ്യം 15 ആണ്, നമ്മൾ 12% റേറ്റ് എടുത്തു. 12% PV ഫാക്ടറിൽ നമ്മൾ NPV കമ്പ്യൂട്ട് ചെയ്യുന്നു. ദെൻ NPV കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് അഗെയിൻ കിട്ടിയിട്ടുള്ള ആൻസർ -56 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ 15% ഫസ്റ്റ് ട്രയലിലും നമുക്ക് നെഗറ്റീവാണ് ആൻസർ കിട്ടിയത്. സെക്കൻഡ് ട്രയലിലും നമുക്ക് നെഗറ്റീവാണ് ആൻസർ കിട്ടിയത്. അപ്പം നമുക്കൊരു പോസിറ്റീവ് ആൻസർ കിട്ടണം. ഒരു നെഗറ്റീവ് NPVയും ഒരു പോസിറ്റീവ് NPV നമുക്ക് വേണം. അപ്പം നമ്മൾ വീണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് 12%-നേക്കാളും ഒരു കുറഞ്ഞ റേറ്റ് നമ്മൾ തേർഡ് ട്രയലായിട്ട് എടുക്കുന്നു. അപ്പോൾ തേർഡ് ട്രയലിൽ നമ്മൾ 10% ട്രയൽ ചെയ്യുന്നു. അപ്പോൾ 10% റേറ്റിൽ നമ്മൾ NPV കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് +67 കിട്ടി. അപ്പോൾ നമുക്ക് ഒരു 2 നെഗറ്റീവ് ആൻസറും ഒരു പോസിറ്റീവ് ആൻസറും നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നെഗറ്റീവും പോസിറ്റീവും NPV കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇൻ്റർപോളേഷൻ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻ്റർപോളേഷൻ ഫോർമുല നമുക്ക് IRR ഈസ് ഈക്വൽ ടു ലോവർ റേറ്റ് പ്ലസ് പോസിറ്റീവ് NPV ഡിവൈഡഡ് ബൈ പോസിറ്റീവ് NPV പ്ലസ് നെഗറ്റീവ് NPV ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പോസിറ്റീവ് നോക്കുക, ലോവർ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ 10% ആണ് നമുക്ക് ലോവർ റേറ്റ് വരുന്നത്. അപ്പോൾ 10% പ്ലസ് നമ്മുടെ പോസിറ്റീവ് NPV എന്ന് പറയുന്നത് 67 ആണ് ഡിവൈഡഡ് ബൈ നമുക്ക് പോസിറ്റീവ് NPV 67 തന്നെ 67 പ്ലസ് നെഗറ്റീവ് NPV നമുക്ക് വരുന്നത് എത്രയാണ്? നെഗറ്റീവ് NPV നമ്മൾ എടുക്കേണ്ടത് ഇപ്പോൾ 2 നെഗറ്റീവ് NPV ഉണ്ടായിരുന്നു നമുക്ക്. സെക്കൻഡ് ട്രയലും നെഗറ്റീവാണ്, ഫസ്റ്റ് ട്രയലും നമുക്ക് നെഗറ്റീവാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതെടുക്കണം? ഫസ്റ്റ് ട്രയൽ വേണം എടുക്കാനായിട്ട്. അത് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് എത്ര ട്രയൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് എടുക്കുക? ഫസ്റ്റ് ട്രയലാണ് നമ്മുടെ PV ഫാക്ടർ വെച്ചുള്ള ട്രയൽ. ആ ട്രയൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ട്രയലിലെ നെഗറ്റീവ് NPV എന്ന് പറയുന്നത് 1338 ആണ്.
ഇൻറ്റു ഹയർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ 1338 NPV കിട്ടുന്നത് നമുക്ക് 15% റേറ്റിലാണ്. അപ്പോൾ 15 - 10 എന്ന് വരും. ഇസ് ഈക്വൽ ടു 10 + 67 ഡിവൈഡഡ് ബൈ 1405 ഇൻറ്റു 5 എന്ന് വരും. ഇസ് ഈക്വൽ ടു 10 പ്ലസ് ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.24 ആണ്. ഈക്വൽ ടു 10.24. അപ്പോൾ 10.24 ആണ് നമുക്ക് എന്ത് വരുന്നത്, IRR വരുന്നത്. അപ്പോൾ PV ഫാക്ടർ 15% ആണ്. പിന്നെ 12 എടുത്തു. അപ്പോൾ ആ 12 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റും പിന്നെ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ളത് രണ്ടും തമ്മിലാണ് കമ്പയർ ചെയ്യുക. ഇനി നമ്മൾ ഏത് പ്രോജക്റ്റാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രോജക്റ്റ് ബിയുടെ IRR എന്ന് പറയുന്നത് 10.24 ആണ് വരുന്നത്. 24% ആണ് വരുന്നത്. പ്രോജക്റ്റ് എയുടെ നമ്മൾ മുന്നേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോജക്റ്റ് എയുടെ 11.27% ആണ് പ്രോജക്റ്റ് എയുടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് IRR വരുന്നത് ഏതാണ്, പ്രോജക്റ്റ് എയുടെയാണ് ഹയസ്റ്റ് IRR എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ നോക്കിയേ. പ്രോജക്റ്റ് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10.24% വെച്ചിട്ടാണ് റിട്ടേൺ കിട്ടുള്ളൂ. പ്രോജക്റ്റ് എയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 11.27% വെച്ചിട്ട് നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പോൾ ഏതായിരിക്കും നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്, ഏതാണ്, 11.27 ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ പ്രോജക്റ്റ് എ ആണ്, ഇറ്റ് ഈസ് ഹയർ ദാൻ പ്രോജക്റ്റ്, അല്ലേ, IRR ഇൻ കേസ് ഓഫ് പ്രോജക്റ്റ് എ ഈസ് ഹയർ ദാൻ പ്രോജക്റ്റ് ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോജക്റ്റ് എ ഈസ് പ്രോഫിറ്റബിൾ. അപ്പോൾ ഇങ്ങനെയാണിത് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.